കായംകുളം പുള്ളിക്കണക്ക് നെടിയത്തു പുത്തൻപുരയ്ക്കൽ ക്ഷേത്രത്തിൽ ആണ്ടുതോറുമുള്ള ഉത്രം പടയണി മഹോത്സവം ഇക്കുറിയും വിവിധ ചടങ്ങുകളോടെ നടന്നു. പാരമ്പര്യ തനിമ കൊണ്ട് ശ്രദ്ധേയമാണ് ഉത്രം പടയണി. കായംകുളം പുള്ളിക്കണക്ക് നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടന്നുവരുന്ന ഉത്രം പടയണി മഹോത്സവം പാരമ്പര്യ തനിമ കൊണ്ട് ശ്രദ്ധേയമായി. സമ്പൂർണ്ണ ചൂട്ടുവെട്ടത്തിൽ നടക്കുന്ന ഇവിടുത്തെ പടയണി കാണാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് വരച്ച കോലങ്ങൾ കളത്തിലെത്തിക്കുന്നതും തുള്ളി എഴുന്നള്ളിക്കുന്നതുമെല്ലാം ഭക്തർ വഴിപാടായി സമർപ്പിച്ച ചൂട്ടിന്റെ വെട്ടത്തിലാണ്. വലിയ പടയണിക്ക് മുൻപ് ആരംഭിക്കുന്ന 3 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളിൽ എല്ലാ പടയണിക്കാരും പങ്കെടുക്കുന്നു. ഇക്കുറി 21 പാള ഭൈരവി കോലം, അരക്കിയക്ഷിക്കോലം, കാലൻ കോലം, പിശാചു കോലം, മാടൻ കോലം, മറുതാ കോലം, നാഗയക്ഷി കോലം തുടങ്ങിയ കോലങ്ങൾ കളത്തിൽ നിറഞ്ഞാടി. പടയണി കാണാൻ വന്ന പ്രമുഖരിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനും ഉൾപ്പെടുന്നു. ബി വേണുഗോപാൽ അമ്പാടിയിൽ കൺവീനറും അനിൽ കറുകത്തറ കോർഡിനേറ്ററുമായി രൂപം കൊടുത്ത പടയണി സംഘാടക സമിതി ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. സമിതിയുടെ നേതൃത്വത്തിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനെ കളത്തിൽ വെച്ച് ആദരിച്ചു. നെടിയത്ത് കളരിയിൽ 1 വർഷമായി പടയണി അഭ്യസിച്ചു വന്ന കുട്ടികളുടെ പക്ഷിക്കോലത്തിലുള്ള അരങ്ങേറ്റവും ശ്രദ്ധേയമായി. CDNet ന്യൂസ്, കായംകുളം.